വിനയനല്ലേ അത് എത്തിയല്ലോ. നമസ്കാരം എല്ലാവർക്കും. വഴിയിൽ മൊത്തം ബ്ലോക്കാ, മുടിഞ്ഞ ട്രാഫിക്കും. അതാ കുറച്ച് താമസിച്ചത് എത്താൻ. നമസ്കാരം മാഷേ. നമസ്കാരം. വാ 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 വാ. അച്ഛാ, ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്, ഒരു ഗസ്റ്റ്, ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. വാ. ഇതുപോലെ ഒരു ചടങ്ങിന് ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് വരുന്നത് ലക്ഷണക്കടല്ല അച്ഛാ. അതുകൊണ്ടാ ഒരു ഗൗരവ അന്തസ്സും ഒക്കെ ഇരിക്കട്ടെ എന്ന് കരുതി സുശീലാൻ്റിയെ കൂടി വിളിച്ചത്. ആൻറ്റി ആകുമ്പോൾ നമുക്കാർക്കും അന്യൊന്നും അല്ലല്ലോ. വാ. അതെ, നിന്നേ. നീ എന്താ കളിക്കണോ വിനയ? എല്ലാം അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ നാണം കെടുത്താൻ നോക്കണോ നീ? ഇതിലെന്ത് നാണക്കേടാ? ഇത് എന്റെ അമ്മയല്ലേ? അമ്മ ഇവിടെ ആരും ക്ഷണിച്ചിട്ടില്ല, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വന്നേ? അത് ശരി. എന്റെ മകന്റെ നൂലുകെട്ട് ചടങ്ങിന് ആരെയൊക്കെ കൊണ്ടുവരണമെന്ന് ഞാനല്ല ഇന്ദ്ര തീരുമാനിക്കുന്നത്. അത് എന്റെ കുടുംബത്തിന്റെ ഇഷ്ടാ. ഞങ്ങൾ ക്ഷണിച്ചു, ഞങ്ങളുടെ ആളായിട്ട് സുശീലാനി വരികയും ചെയ്തു. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? ഞാൻ ദാസങ്ങളോട് വരെ ചോദിച്ചതാ, ദാസങ്ങളുടെ ഞങ്ങളുടെ കൂടെ വരാൻ പറ്റുമെന്ന്. അങ്കിള് വന്നില്ല. അപ്പോഴാണ് എനിക്ക് ആന്റിയുടെ കാര്യം ഓർമ്മ വന്നത്. ആരൊഴിവാക്കിയാലും സുശീലയ്ക്ക് എത്താൻ യോഗ ഉള്ളിടത്ത് സുശീല എത്തിയിരിക്കും മാഷെ. വിനയന്റെ ബന്ധുവായി ഞാൻ പങ്കെടുക്കരുതെന്ന് മാഷു പറഞ്ഞാ ഞാൻ തിരിച്ചു പോയിക്കോളാം. അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല ആന്റി. മോന്റെ ചടങ്ങ് നടക്കണ്ടേ? ഞാൻ എന്റെ കൊച്ചുമകന്റെ ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഇല്ലെങ്കിൽ പോലും നടന്നിരിക്കും വിനയ. പക്ഷെ വീട്ടിൽ വന്നു കയറുന്ന അതിഥി അത് ശത്രു ആണെങ്കിൽ പോലും ഇറക്കി വിടുന്ന പാരമ്പര്യം ആനന്ദമാഷിനില്ല. എല്ലാരും കേറി വാ. വാ ആന്റി. ഇന്ദ്ര ഒന്ന് മാറിക്കോ, ഇതെന്നെ സർവേക്കല്ലോ. വാ. അമ്പിളി ചേച്ചി, മോനൊക്കെ റെഡിയല്ലേ?